ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കുറ്റപത്രം നൽകുന്നതിൽ ഹൈക്കോടതിയിൽ SIT തലവന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശമുണ്ട്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്ന് സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ കുറ്റപത്രം നൽകുന്നതിനായി SIT കൂടുതൽ സമയം തേടിയേക്കും. ലാബിൽ നിന്ന് ഫലം ലഭിച്ച ശേഷം SIT വീണ്ടും പ്രതികളെ ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ SIT പിടികൂടിയ പ്രതികളെല്ലാം തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോഴും ഒരു ഇടക്കാല കുറ്റപത്രം വന്നില്ല. തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം സംഭവിച്ചത്. എന്തായാലും ഇന്ന് അന്വേഷണ തലവൻ കോടതിക്ക് മുൻപാകെ ഹാജരാവുകയാണ്. ഈ നടപടിക്രമങ്ങൾ വിശദീകരിക്കേണ്ടി വരും. കൂടുതൽ സമയം തേടാൻ തന്നെയാണോ തീരുമാനം? രാഗി, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട SITയുടെ നീക്കങ്ങളിൽ വലിയ തോതിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുക എന്നതിലേക്കാണ് ഈ വൈകിച്ചു കൊണ്ടുപോകൽ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നേരിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷണ സംഘത്തലവന് കൃത്യമായി തന്നെ ബോധിപ്പിക്കേണ്ടി വരും. കാരണം നിലവിൽ പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നിട്ടില്ല, അത് വൈകുന്നു. അതുകൊണ്ട് തന്നെ അതുകൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുക. അതിനു മുമ്പ് കുറ്റപത്രം നൽകുന്നതിന് പരിമിതികളുണ്ട് എന്ന കാര്യമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം SIT ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കുന്നത് സ്വാഭാവികമായും അത് സർക്കാരിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കും എന്നതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിച്ചു കൊണ്ടുപോവുക, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുന്ന നിലയിലേക്ക് മാറ്റുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ, വീക്ഷിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിമർശനങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ എന്നതും ഏറ്റവും പ്രധാനമാണ്. കാരണം കോടതി എത്രമാത്രം ഇത് അംഗീകരിക്കും. കാരണം പല സമയം അന്വേഷണം പൂർത്തിയാക്കാനുള്ള സമയം നൽകി കഴിഞ്ഞു. അന്വേഷണം സ്വാഭാവികമായും സാധാരണ നിലയിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ട സമയമാണ്. എന്നാൽ SITയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിനിടയിൽ വലിയ തോതിൽ വീഴ്ചകൾ സംഭവിച്ചിരുന്നു. ഇതിലെ പല പ്രതികളും പിന്നീട് SIT കേസിലെ പല പ്രതികളും സ്വാഭാവിക ജാമ്യം നേടി പുറത്തു വരുന്ന വിധത്തിൽ അന്വേഷണം സാഹചര്യങ്ങളുണ്ടായി. അതിൽ കുറ്റപത്രം യഥാസമയം സമർപ്പിക്കുന്നതിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. മാത്രമല്ല ഓരോ പ്രതികൾക്കുമെതിരെ, നേരത്തെ രാഗി പറഞ്ഞതുപോലെ തന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ചില നീക്കങ്ങൾ, തന്ത്രിക്കെതിരായ വലിയ തെളിവുകളുണ്ട് എന്ന തരത്തിലുള്ള SITയുടെ പ്രചരണങ്ങൾ എന്നതിന് അപ്പുറം മറ്റു പ്രതികൾക്ക് പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന കൂടുതൽ തെളിവുകൾ ഒരു ഘട്ടത്തിലും SIT ശേഖരിച്ചിരുന്നില്ല. ഒരു ഘട്ടത്തിലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും SITക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറ്റപത്രം യഥാസമയം സമർപ്പിക്കാത്തത് കൊണ്ട് പല പ്രതികളും ജാമ്യത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഭണ്ഡാരി അടക്കമുള്ള ആളുകൾ അവർ ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കോടതിയിൽ ഇന്ന് എന്ത് കാര്യങ്ങളായിരിക്കും ബോധിപ്പിക്കുക, ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് പുതിയ വിവരങ്ങളായിരിക്കും കോടതിക്ക് മുമ്പിൽ പ്രത്യേക അന്വേഷണ സംഘം SIT സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ സാവകാശം തേടും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. കാരണം അതിൽ പറയുക ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ വൈകുന്നു. ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനകൾ ലാബിൽ നിന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ലാബിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം പൂർത്തിയായതിനു ശേഷം അതനുസരിച്ച് മറ്റു ചില ആളുകളെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴുള്ള പ്രതികളിൽ ചിലരെ തന്നെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കാരണം അങ്ങനെ ആ ആളുകളെ ചോദ്യം ചെയ്തും കൂടുതൽ ആളുകളെ വിളിപ്പിച്ചുമെല്ലാം തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം മാത്രമായിരിക്കും അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു വിശദീകരണത്തിലേക്കായിരിക്കും ഇന്ന് പ്രധാനമായും SIT എത്തുക. എന്നാൽ കോടതി പൂർണ്ണമായും SITയുടെ വാദങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല. പല ഘട്ടങ്ങളിലും അന്വേഷണം വൈകുന്നതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നേരായ വഴിയിൽ നീങ്ങാത്തത് സംബന്ധിച്ചും എല്ലാം തന്നെയുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SITയെ പൂർണ്ണമായും കോടതി മുഖവിലക്കെടുക്കാൻ സാധ്യതയില്ല. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നത്. അത് പങ്കജ് ഭണ്ഡാരി ആണെങ്കിലും ഗോവർദ്ധൻ ആണെങ്കിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചു. ഇവർക്ക് മാത്രമല്ല മറ്റ്
മറ്റ് പല പ്രതികൾക്കും എൻ വാസു അടക്കമുള്ള പ്രതികൾ നിലവിൽ ജാമ്യത്തിലാണുള്ളത്. മുരാരി ബാബു ജാമ്യത്തിലാണുള്ളത്. ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. അപ്പോൾ തന്നെയാണ് പ്രധാനപ്പെട്ട തെളിവുകൾ പലതും ശേഖരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം വരുത്തുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നിൽക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന നിലയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം മാറ്റുകയും ചെയ്യുന്നത്. ശരി ജിജി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സ്വമേധ്യാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.